എല്ലാവർക്കും നമസ്കാരം. ഇക്കഴിഞ്ഞ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ആസ്പദമാക്കിയുള്ള ഒരു പാരഡി ഗാനം കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലുമൊക്കെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ എന്ന് തുടങ്ങുന്നതായിരുന്നു ആ പാരഡി ഗാനം. കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് ആ ഗാനം വളരെ പെട്ടെന്ന് പ്രചരിച്ചു. നല്ല സ്വാധീനം ചെലുത്താനും കഴിഞ്ഞു ജനങ്ങളിൽ. അതിനെ തുടർന്ന് ആ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന LDFന് ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള ഒരു തോൽവിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. തുടർന്ന് തോൽവിയുടെ കാരണങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോൾ LDFന് മനസ്സിലായി ഈ പാട്ടാണ് തങ്ങളെ തോൽപ്പിച്ചത് എന്ന്. അങ്ങനെ ഈ പാട്ട് നിരോധിക്കാനും പാട്ട് എഴുതിയവർക്കെതിരെയും പാടുന്നവർക്കെതിരെ കേസെടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ട് അവർ മുന്നോട്ട് പോവുകയും അത് അതിഭയങ്കരമായ വിവാദമായോടുകൂടി ആ തീരുമാനങ്ങളൊക്കെ പിൻവലിച്ചു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇലക്ഷൻ ഗാനമായിട്ട് ആ പാരഡി ഗാനം പ്രചരിച്ചിരുന്നു. അങ്ങനെ CPMന് അല്ലെങ്കിൽ LDFന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ ചരിത്രത്തിലില്ലാത്ത തോൽവിയാണ് കിട്ടിയത്. LDFന് 35 സീറ്റാണ് കേരള നിയമസഭയിൽ ഇപ്പോൾ ഉള്ളത്. അത് തോൽവിയുടെ കാരണങ്ങൾ അവർ പഠിച്ചു കഴിഞ്ഞപ്പോൾ പല പല കാരണങ്ങളുമാണ് പുറത്തു വന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ആരോപണങ്ങൾ വന്നിട്ടായിരുന്നു തോൽവിയുടെ കാരണങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത്. അതൊക്കെ അവരുടെ പാർട്ടിയുടെ കാര്യങ്ങൾ. അത് UDFന് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഏറ്റവും കൂടുതൽ സീറ്റാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്, 102 സീറ്റ്. അങ്ങനെ മന്ത്രിസഭ അധികാരത്തിലേറ്റ് അവർ ആദ്യമെടുത്ത തീരുമാനം മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ്റെ ഗൺമാന്മാരുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെയുള്ള മർദ്ദനത്തിനെതിരെ അന്വേഷണം. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള മഞ്ഞക്കുറ്റികൾ പിഴുതെറിയൽ, പിന്നെ നവീൻ ബാബുവിൻ്റെ മരണം, CBI അന്വേഷണം, എല്ലാം നല്ല കാര്യങ്ങളാണ്. കാരണം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ സമരം ചെയ്യുന്നവരെയൊക്കെ മർദ്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥയെപ്പോലും നാണിപ്പിക്കുന്ന രീതിയിലാണ് അത്. അതിനൊരു ഓമനപ്പേര് ഇട്ടിരുന്നു, എന്താ, രക്ഷാപ്രവർത്തനമെന്ന്. പിന്നെ അതുപോലെ തന്നെ നവീൻ ബാബുവിൻ്റെ മരണം, അതുപോലെ തന്നെ മഞ്ഞക്കുറ്റി, സിൽവർ ലൈനിൻ്റെ മഞ്ഞക്കുറ്റി, ഇതെല്ലാം UDF എടുത്ത തീരുമാനങ്ങൾ നല്ലത് തന്നെ. വളരെ പെട്ടെന്ന് തന്നെ അവർ ഈ തീരുമാനങ്ങൾ ആ മന്ത്രിസഭ കൈക്കൊള്ളുകയും ചെയ്തു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ അതിഭയങ്കരമായി നല്ല രീതിയിൽ പ്രചരണം നടത്തിയിരുന്ന ഒരു ഇതായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. UDF ശക്തമായി പ്രചരണം നടത്തിയിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള. ഇത്രയായിട്ടും അതിൻ്റെ ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ ആ അന്വേഷണത്തെക്കുറിച്ചിട്ട് ഒരു വാക്ക് പറയാനോ ഈ സർക്കാർ തയ്യാറായിട്ടില്ലല്ലോ. അതെന്താ കാരണം? BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പാടിയ പോലെ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, സ്വർണം വിറ്റത് ആരപ്പ, ഇന്ത്യ മുന്നണി ആണേ അയ്യപ്പ എന്നതാണോ കാരണം? അതുകൊണ്ടാണോ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചിട്ട് ഒരു പുനരന്വേഷണമോ അല്ലെങ്കിൽ അന്വേഷണ പുരോഗതിയെക്കുറിച്ചിട്ടോ ഒന്നും മിണ്ടാതിരിക്കുന്നത് ഈ സർക്കാർ? എല്ലാവർക്കും നമസ്കാരം.